നിങ്ങളുടെ നക്ഷത്രം വിശാഖമാണോ? ആണെങ്കില് ഉറപ്പിച്ചോളൂ, ലക്ഷ്യബോധം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെപ്പിറപ്പാണ്. 27 നക്ഷത്രങ്ങളിൽ 16ാമത്തെ നക്ഷത്രമാണ് വിശാഖം. ഇതിന്റെ ഉള്ളറകളിലേക്ക്, അതിന്റെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്നിറങ്ങിച്ചെന്നാലോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ജന്മനക്ഷത്രം നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നതെന്ന്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതിനൊരു സ്വാധീനമുണ്ട്. അപ്പോ ഈ ലക്ഷ്യബോധത്തിന്റെ നക്ഷത്രമായ വിശാഖം നിങ്ങളെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്, നമുക്ക് നോക്കാമല്ലേ? അപ്പോ നമുക്ക് തുടങ്ങാം. എന്തുകൊണ്ടാണ് വിശാഖം നക്ഷത്രക്കാരെ ലക്ഷ്യബോധത്തിന്റെ നക്ഷത്രം എന്ന് വിളിക്കുന്നത്? വെറുതെ ഒരു പേര് മാത്രമല്ലാതെ അതിന്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിലേക്ക് തന്നെ പോകാം. വിശാഖം നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഒരു രാശിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. തുലാം രാശിയിലും വൃശ്ചികം രാശിയിലുമായിട്ടാണ് അതിന്റെ കിടപ്പ്. അതെന്താ ഗുണമെന്നറിയോ? തുലാമിന്റെ ആ ഒരു ബാലൻസും നയചാതുര്യവും കിട്ടും. കൂടെ വൃശ്ചികത്തിന്റെ ആ ഒരു തീവ്രതയും നിശ്ചയദാർഢ്യവും. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിനൊരു പ്രത്യേക ആഴം കിട്ടുന്നത്. ഇനി നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഒരു ബ്ലൂപ്രിന്റ് നോക്കിയാലോ? നിങ്ങളുടെ അധിപൻ വ്യാഴമാണ്. അതായത് ജ്ഞാനത്തിനും വിവേകത്തിനും ഒരു കുറവുമില്ല. ദേവതകളോ? ഇന്ദ്രനും അഗ്നിയും. പവറിന്റെയും എനർജിയുടെ ഒരു കോംബോ. പിന്നെ ഗണം, രാക്ഷസഗണാണ്. അയ്യോ, പേടിക്കണ്ട. ഇതിനർത്ഥം നിങ്ങൾ മോശക്കാരാണെന്നല്ല. നേരെ മറിച്ച് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചാൽ അത് നേടിയെടുക്കാനുള്ള ഒരു അസാമാന്യമായ വാശി, ഒരു ഇച്ഛാശക്തി, അതിനെയാണ് ഈ രാക്ഷസഗണം സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ ഗ്രഹങ്ങളും ദേവതകളുമൊക്കെ ചേർന്ന് നിങ്ങളുടെ അടിസ്ഥാന സ്വഭാവം എങ്ങനെയാണ് മെനഞ്ഞെടുക്കുന്നതെന്ന് നോക്കാമല്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ? വിശാഖം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ്: അചഞ്ചലമായ ദൃഢനിശ്ചയം. ഒരു കാര്യം ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചാൽ പിന്നെ ലോകം ഇടിഞ്ഞു വീണാലും നിങ്ങളത് ചെയ്തിരിക്കും. എത്ര തടസ്സങ്ങൾ വന്നാലും ശരി, ലക്ഷ്യം കാണുന്നതുവരെ ഒരു വിശ്രമവുമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വിജയങ്ങളുടെ എല്ലാം അടിത്തറ ഈ ഒരൊറ്റ സ്വഭാവമാണ്. നിങ്ങൾക്കൊരു പ്രത്യേക കരിഷ്മയുണ്ട്. നല്ല ബുദ്ധിയുള്ളതുകൊണ്ട് തന്നെ സംസാരത്തിൽ അത് ശരിക്കും കാണാൻ പറ്റും. ആളുകളെ സംസാരിച്ച് കയ്യിലെടുക്കാൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടും. നിങ്ങളുടെ ആശയങ്ങൾ വളരെ വ്യക്തമായി അവതരിപ്പിക്കാനുള്ള കഴിവ്, അതൊരു വലിയ പ്ലസ് പോയിന്റാണ്. നിങ്ങളുടെ ഉള്ളിൻ്റെ ആഴത്തിലുള്ള ഒരു ഈശ്വരവിശ്വാസം കാണും. പലപ്പോഴും ഈ പാരമ്പര്യത്തിലും ആചാരങ്ങളിലുമൊക്കെ വിശ്വസിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ. ഈ വിശ്വാസമാണ് നിങ്ങൾക്ക് ശരിയേതാ തെറ്റേതാ എന്ന് കാണിച്ചു തരുന്നത്. അതുകൊണ്ടുതന്നെ എന്ത് വന്നാലും നിങ്ങൾ നീതിയുടെ ഭാഗത്തേ നിൽക്കൂ. അതിലൊരു കോംപ്രമൈസുമില്ല. നിങ്ങൾ വെറുതെ പുസ്തകം വായിച്ചുള്ള അറിവ് മാത്രമുള്ള ആളല്ല. നിങ്ങൾക്ക് നല്ല പ്രാക്ടിക്കൽ സെൻസ് ഉണ്ട്. എത്ര വലിയ പ്രശ്നം മുന്നിൽ വന്നാലും അതിനെ ശരിക്കും കീറി മുറിച്ച് പരിശോധിച്ച് പ്രായോഗികമായൊരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റും. അതൊരു അപാര കഴിവാണ്. ഇനി ഒരു നാണയത്തിന് 2 വശങ്ങളുള്ളതുപോലെ നിങ്ങളുടെ സ്വഭാവത്തിനും ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തികൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പാരയായേക്കാം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദാ ഇത് നോക്കൂ. നിങ്ങളുടെ ദൃഢനിശ്ചയം, അത് അതിരുകടന്നാൽ എന്താവും? ദുർവാശിയാവും. അതുപോലെ നിങ്ങളുടെ പാഷൻ അഥവാ അഭിനിവേശം, അത് കൺട്രോൾ വിട്ടാൽ പിന്നെ ദേഷ്യമാണ്. അപ്പോ ഈ ദൃഢനിശ്ചയവും ദുർവാശിയും തമ്മിൽ ഒരു നേർത്ത വരയുള്ളൂ. ആ ഊർജത്തെ ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ വിജയം കിടക്കുന്നത്. ഒന്ന് ശരിക്കും ആലോചിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ഈ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന സ്വഭാവം, നിങ്ങളുടെ ആ ഒരു ഉറച്ച നിലപാട് ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തന്നെ ഒരു പാരയായി തോന്നിയിട്ടുണ്ടോ? അത് നല്ലതാണ്, പക്ഷെ അത് കാരണം മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പോലും നിങ്ങൾ തയ്യാറാവാത്ത അവസ്ഥ വന്നിട്ടുണ്ടോ? അപ്പോ ഈ വെല്ലുവിളികളെയൊക്കെ എങ്ങനെ മറികടക്കാം? വഴിയുണ്ട്. 1, ദേഷ്യം വരുമ്പോ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. 2, ബന്ധങ്ങളിലൊക്കെ ചില ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് നല്ലതാണ്. എപ്പോഴും നമ്മുടെ വാശി ജയിക്കണമെന്നില്ലല്ലോ. 3ാമത്തെ കാര്യം ആരോഗ്യം. പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണകാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണം. പിന്നെ ആത്മീയമായി നോക്കുകയാണെങ്കിൽ വ്യാഴാഴ്ചകളിൽ ഒരു വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നത് നിങ്ങൾക്ക് നല്ല മനഃശാന്തി തരും. അടുത്തത് നിങ്ങളുടെ കോസ്മിക് സിഗ്നേച്ചർ അഥവാ പ്രപഞ്ചമുദ്ര. ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ ചില ചിഹ്നങ്ങളൊക്കെയുണ്ട്. വിശാഖത്തിൻ്റേതെന്തൊക്കെയാണെന്നും അത് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നും നോക്കാം. നിങ്ങളുടെ ചിഹ്നങ്ങൾ നോക്കൂ, ഓരോന്നും എത്ര പവർഫുൾ ആണെന്ന്. നിങ്ങളുടെ നക്ഷത്രമൃഗം സിംഹമാണ്.
ആ ധൈര്യവും ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും അവിടെ തന്നെയുണ്ട്. മരം വയ്യങ്കതം അഥവാ കൈത. ഗണം രാക്ഷസഗണമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അത് നിങ്ങളുടെ ഇച്ഛാശക്തിയാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന രത്നം പുഷ്യരാഗമാണ്. ഇത് ധരിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം കൂട്ടാനും നിങ്ങളുടെ ജ്ഞാനവും വിവേകവും വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഓക്കെ, ഇത്രയൊക്കെ കഴിവുകളുള്ള നിങ്ങൾ ഏതു വഴി തെരഞ്ഞെടുത്താലാണ് ശരിക്കും ശോഭിക്കാൻ പറ്റുക? നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പാത ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ആ സംസാരശേഷിയും ആളുകളെ കയ്യിലെടുക്കാനുള്ള കഴിവും വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയം ഒരു മികച്ച ഓപ്ഷനാണ്. നിങ്ങളുടെ ആ നീതിബോധം നിങ്ങളെ ഒരു നല്ല വക്കീലാക്കുകയോ ന്യായാധിപനാക്കുകയോ ചെയ്യാം. ബിസിനസ് തുടങ്ങാനാണോ പ്ലാൻ? വിജയിക്കാൻ വേണ്ട നിശ്ചയദാർഢ്യം നിങ്ങൾക്ക് ആവശ്യത്തിനുണ്ട്. ഇനി നിങ്ങളുടെ അറിവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അധ്യാപനമോ ഗവേഷണമോ തിരഞ്ഞെടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ശരിക്കും തിളങ്ങാൻ പറ്റുന്ന ഫീൽഡുകളാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം. നിങ്ങളുടെ വിജയത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ആ അടിയുറച്ച ദൃഢനിശ്ചയം, നിങ്ങളുടെ ബുദ്ധി, പിന്നെ ആളുകളെ ആകർഷിക്കാനുള്ള ആ കഴിവ്. ഈ 3 കാര്യങ്ങൾ ശരിയായി ഉപയോഗിച്ചാൽ മതി നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത ഉയരങ്ങളില്ല. അപ്പോ നിങ്ങളുടെ നക്ഷത്രം നിങ്ങൾക്കൊരു വഴികാട്ടി തന്നിട്ടുണ്ട്. നിങ്ങളുടെ ശക്തിയും ദൗർബല്യവും എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങളുടെ നക്ഷത്രം കാണിച്ചു തരുന്ന ഈ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുമോ? നിങ്ങളുടെ ഉള്ളിലെ ആ അപാരമായ ശക്തിയെ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.